അവൻ നല്ല സുഖമാണ്. ഓഡിറ്റോറിയം ഇതാകുമ്പോൾ റൂമും ആവുമ്പോഴേ അങ്ങനെ ലോങ്ങിന്ന് വരുന്നവർക്ക് റൂം എടുത്ത് നിൽക്കാം. ഇനിയിപ്പോൾ അവർക്ക് വീട്ടുകാർക്കായാലും ഇവിടെ റൂം എടുത്ത് എല്ലാം സെറ്റാവും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ വയനാടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പോവാണ്, റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോവാണ്. ആദ്യം ചായ കുടിക്കണം. എല്ലാവരും എണീക്കാൻ നേരം വൈകി. ഇനി സമയം 11 മണി ആയിക്കണം കേട്ടോ. അപ്പം ഇനി ചായ കുടിച്ചിട്ട് നേരെ ഇവിടെ ഇനി കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ ഓക്കെ വാ, നമ്മളെ പകുതിയെ കാണുള്ളൂ. ഓക്കെ ദോശ ആരും കഴിക്കണ്ടോ? നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മൾ ആദ്യം ഹോട്ടലിൽ പോയാണ്. ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നിന്ന് നല്ല പോകുന്നത്. അപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. രാവിലെ തന്നെ പോയിട്ട് രാവിലെ എന്ന് പറയാനില്ല, 12 ആരായി 11:30 ആയിരുന്നു. അപ്പോൾ ബിരിയാണി ഇത് കഴിക്കുന്നത് നമ്മളുള്ളത് വയനാട് കൽപ്പറ്റ ബൈപ്പാസിലാണ് കേട്ടോ. ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റും. നമുക്ക് റീൽസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പിന്നെ 50 രൂപയുള്ള ഒരാൾക്ക്, കുട്ടികൾക്കില്ലല്ലോ, കുട്ടികൾക്ക് ഫ്രീ ആണ്. 50 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് കേട്ടോ. 50 രൂപ. അപ്പോൾ 50 രൂപക്കുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ടോ? ഇവിടെ എന്തൊക്കെയോ ഇനിയും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റേ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ സംഭവം? എന്ത് ഗുഹ? എല്ലൊന്നും കാണുന്നുണ്ടോ? പോയി അവിടെ എന്താ? ഞാനല്ലല്ലോ ഇപ്പല്ലേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല.
ഞാൻ പാക്കിൽ എവിടെ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. എന്താ സീറ്റാണ് അങ്ങനല്ല മറ്റേ പത്തില്ല ഇവിടെ രസമുണ്ടാവും. മോളെ ഫോണുണ്ടോ? ഫോണുണ്ടോ? സൗണ്ട് ഉണ്ടോ? ഇത് രുദ്രാക്ഷത്തിന്റെ മരം. ഇതാ രുദ്രാക്ഷം. കിടക്കണ നോക്കി ഒരാള്. അത് ചളിയാണ്. റോഡാണ്. വഴിയാണ്. ഈ കൂടി ഒന്ന് കയറിയാൽ മതി. ഈ കൂടി ഒന്ന് കയറിയാൽ മതി. നിങ്ങൾ ഊനാലും നാട്ടിൽ ഞാൻ എവിടെ കുച്ചു അവിടെ ഇങ്ങനെ പോലെ നാച്ചുറൽ ഇങ്ങനെ തോട്. ഞാൻ കയറ് പിടിച്ചിട്ട് പോ. ഈ കയറ് വിട് ശിതമോളെ, ഈ കയറ് വിട്. ഞാൻ കയറ് പിടിച്ചിട്ട് പോ. കയറ് വിടരുതേ. ഇങ്ങോട്ട് നോക്കി. ഇല്ല, അതിനെ അവിടെ കെട്ടിക്കണല്ലോ. കാറ്റിൽ തേങ്ങ കുലകളാണ്. റജ എന്തിമേലെ കയറിയിരിക്കണോ? മാറിക്കാശിത മുതലമ ഫോണുണ്ടോടാ? എടുത്തോ? വെള്ളത്തിൽ എല്ലാവരും കൂടെ കയറിയിട്ട് ഉണ്ടോ? ഇതേത് കുട്ടികളുടെ അടി? നമ്മള് തിരിച്ചു പോവുകയാണ് ഗൈസ്. ശശിയായി പോവാണ്. എന്നൂര് പോയി, അവിടെ നിന്ന് ക്ലോസ് ആണ് വിഷു ആയിട്ട്. പിന്നെ വേറെ എവിടെ പോയി? പാർക്കിലേ പോയിട്ടുള്ളൂ. ആ, അപ്പൊ ഒക്കെ അന്ന് വിഷു ആയിട്ട് കുറെ
ക്ലോസ് ആണ്. അപ്പം ഇനി തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. പാവം ഇവൻ പിണങ്ങിയിരിക്കുന്നു. ഇനി എവിടെ ഡ്രസ്സ് പോകണ്ടേ? ചേർപ്പടിമല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചേർപ്പടി മല. പ്രൈവറ്റ് പൂളിലില്ലേ റിസോർട്ട് എടുത്ത് എന്ത് പൂളില്? പ്രൈവറ്റ് പൂൾ. അവിടെ റിസോർട്ട് എടുത്ത് നിൽക്കണം. ഞങ്ങൾ അതേപോലെ റിസോർട്ട് കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടെ എന്താണ് അതൊക്കെ തന്നെയാണ്. അപ്പൊ ഒക്കെ ഫുള്ളാണ് കേട്ടാ. ഇന്നൊരു ദിവസം ആയതുകൊണ്ട് ഒക്കെ ഫുള്ളാണ്. അപ്പൊ എവിടെ നിൽക്കാനും പറ്റണില്ല. അപ്പൊ ഇന്ന് നാട്ടിക്ക് തിരിക്കാണ്. അല്ല അതൊക്കെ അതാണ് നമ്മളാ കേറിയില്ലേ, ആ പാർക്കാണത്. ആടാ എന്താ ശിതമോള് സൈലന്റ് ആയിക്കണേ? ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോകണത് അവിടെ വയനാട്ടിലൊരു ചായക്കുണ്ട്. അവിടുത്തെ ചായക്ക് അങ്ങോട്ട് പോയി സ്പോട്ടിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല അതിൻ്റെ. ഞാൻ വീഡിയോ ഇട്ടിക്കണ് ഇതിൻ്റെ മുന്നേ. അപ്പോൾ അവിടെ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. വേറെ ഒരു പ്ലാനിങ്ങും നടന്നില്ലെന്ന്. ഒക്കെ ആകെ ഒരു പാർക്ക് പോയി, വേറെ ഒന്നും നടന്നില്ല. ഞാൻ പോച്ച് എന്നൂരല്ല, എന്നൂര് പടയപ്പ. ബാക്കിയൂടെ എൻ പേര് പടയപ്പ. എന്നൂര് പടയപ്പ പടയപ്പ. അറിയുന്ന പാടിയ പോലെ അറിയുന്ന പാടാൻ ഇപ്പൊ എല്ലാവർക്കും അറിയില്ല. അറിയാത്ത പാടുന്നതാണ് കാര്യം. അപ്പോൾ ഏതായാലും ഞങ്ങളെ പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ കുറച്ച് തേയിലത്തോട്ടത്തിൽ കയറിയിട്ട് കുറച്ച് റീൽസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ചായക്ക് കുടിച്ച് നാട്ടിൽ പോവാണ്. അപ്പൊ ഇനി ഇങ്ങനെ നാട്ടിൽ പോവൂല, ചേരിപ്പട്ടിമല. അതിന് നമ്മളെ നാട്ടിലല്ലേ. ഇപ്പൊ രണ്ടെണ്ണം വേണ്ട. നിങ്ങളിത് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പറയുമ്പോ ഞാൻ രണ്ടെണ്ണം മേടിക്കും. ചട്നി ചട്നി ഇപ്പൊ ഞാൻ ഓടുന്നു. ചായക്കടന്റെ കാര്യത്തിൽ ഞങ്ങൾ ശശിയായിട്ടാ. ഞങ്ങളെ ചായക്കട ഇന്ന് അടവാണ്. അപ്പൊ ഇന്ന് വേറെ കടയിലാണ് കയറി. ഇന്ന് ഫുള്ളിന്ന് ആരെ കണിയുണ്ടായി. ഇന്ന് ഫുൾ ഷോക്കാണ്. ഞാൻ പഴമുണ്ട്. വട കിട്ടണ്ടോ? ഒന്ന് ടേസ്റ്റ് ഒക്കെ എടുത്ത് കഴിച്ചോ. ചൂടുണ്ടാവും കേട്ടോ. കഴിച്ചോക്കാം. ഇതെടുത്തോ. ചൂടുണ്ടോ? അപ്പോൾ നമ്മൾ ചായടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ എവിടെയും പോയിട്ട് ഇതാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതിന് പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോവാണ്. പിന്നെ കാലിക്കറ്റ് എത്തിയതിൻ്റെ ശേഷമാണ്
ഏതെങ്കിലും പടം കാണാം. കാരണം ഒന്നും നടന്നില്ലല്ലോ, ഒരു സ്ഥലത്ത് പോയിട്ട് ഒന്നും കാണാൻ പറ്റില്ല, ഒക്കെ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഇവിടെ ഒരു പടം കാണാൻ പോയി. നേരെ പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മൈസൂർ ട്രിപ്പിൻ്റെ ആ ഒരു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് വീണ്ടും കാണാൻ നല്ല വീഡിയോസായിട്ട് ഓക്കെ ബൈ. ഒന്നും കാണുന്നില്ല, മനസ്സിലായില്ല.